എന്റെ ഇന്റേണൽ മാർക്ക് ഇത്രയാണ്, എനിക്ക് ഇത്രയും മാർക്കും കൂടെ വേണം ജയിക്കാൻ, എന്നെ ഒന്ന് ജയിപ്പിക്കണേ. സെറ്റിന്റെ ലാസ്റ്റ് ഒരു ഫാനിൽ ഇങ്ങനെ തൂങ്ങിച്ചാവാൻ നിൽക്കുന്ന ഒരു കൊച്ചിന്റെ പടം വരച്ചു വെച്ചു. ആ ഒരു 2000 റുപ്പീസ് ഫൈൻ ആയിട്ടും കൊടുക്കേണ്ടി വരും. എക്സാമിനേഷൻ ഹാളിൽ നിന്നൊക്കെ ബുക്ക്ലെറ്റ് എടുത്തോണ്ട് ഓടുവാണെങ്കിൽ ഈ പറഞ്ഞ ഒരു പണിഷ്മെന്റ് കിട്ടുമെന്നാണ്. പെർമനന്റ് ഡീബാറിംഗ് വിത്ത് കേസ് റെഫർ ടു ദി പോലീസ്. ഹേ ഗായ്സ്, ദിസ് ഇസ് ഷാർലി ബോബ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് ലാസ്റ്റ് വരെ കണ്ടു കഴിഞ്ഞ് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ യൂസ്ഫുൾ വ്ലോഗ് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വ്ലോഗ് എന്താന്ന് വെച്ചാൽ K2 മാൽ പ്രാക്ടീസസ് ആൻഡ് പണിഷ്മെന്റ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഒരു വ്ലോഗിൽ ഞാൻ എല്ലാം കേസ് ആയിട്ടാണ് പറയുന്നത്. അതായത് ആദ്യം പണിഷ്മെന്റ് പറയാം, പിന്നെ എന്തുകൊണ്ട് ആ പണിഷ്മെന്റ് കിട്ടുന്നു എന്നുള്ളത് പറയാം. അപ്പൊ ആദ്യത്തെ പണിഷ്മെന്റ് ആണ് debar all registered courses in that examination and imposition of a penalty ₹2000. അതായത് ഇപ്പൊ നിങ്ങൾ S1-ലെ ഒരു എക്സാം, S1-ലെ എല്ലാ സബ്ജക്റ്റും രജിസ്റ്റർ ആക്കി എക്സാം എഴുതി. അപ്പൊ ഏതെങ്കിലും ഒരു എക്സാമിൽ വെച്ച് നിങ്ങൾ ഡീബാർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കി ആ രജിസ്റ്റർ ചെയ്ത എക്സാംസ് എഴുതാൻ പറ്റില്ല. അതുപോലെ തന്നെ 2000 റുപ്പീസ് ഫൈൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു പണിഷ്മെന്റ് കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴാണ് പണിഷ്മെന്റ് കിട്ടുന്നതെന്ന് പറയാം. ആദ്യത്തത് materials like bits of paper written on hall ticket, materials written on calculator, handkerchief, clothes, ചെപ്പൽ, സോക്സ്, മാസ്ക്, ഇങ്ങനത്തെ സംഭവത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞൊരു പണിഷ്മെന്റ് കിട്ടും. അടുത്ത ചാൻസ് റൈറ്റിംഗ് ഓൺ ദ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് പാസിംഗ് ദ സെയിം ടു അതർ സ്റ്റുഡൻസ്. എന്തെങ്കിലും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എഴുതി വെച്ചിട്ട് വേറെ കുട്ടികൾക്ക് പാസ് ചെയ്യുവാണെങ്കിലും ഈ പറഞ്ഞ ഒരു പണിഷ്മെന്റ് നിങ്ങൾക്ക് കിട്ടും. കോപ്പിംഗ് ഫ്രം നെയ്ബേഴ്സ് ആൻസർ സ്ക്രിപ്റ്റ് വിത്ത് മ്യൂച്വൽ കൺസെന്റ്. ആ കുട്ടിയുടെ സമ്മതം ഉണ്ടായിട്ടും അല്ലാതെയും ഇപ്പം വേറെ ആൻസർ സ്ക്രിപ്റ്റിൽ നിന്ന് നോക്കി എഴുതുവാണെങ്കിലും ഈ പറഞ്ഞൊരു പണിഷ്മെന്റ് കിട്ടും. എപ്പോഴും കിട്ടണമെന്നല്ല, ചിലപ്പം ചിലരൊക്കെ ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാറുണ്ട്. പക്ഷെ ശരിക്കുള്ള ഈ പറഞ്ഞ സംഭവങ്ങളുടെ ഒക്കെ പണിഷ്മെന്റ് ഇതാണ്. പിന്നെ പർപ്പസ്ഫുള്ളി സിറ്റിംഗ് ഓൺ ദ റോങ് സീറ്റ്, അതായത് നമ്മളുടെ രജിസ്റ്റർ നമ്പർ എഴുതിയ സീറ്റിൽ അല്ലാണ്ട് വേറെ സീറ്റിൽ പോയിരിക്കുന്നതും ഈ പറഞ്ഞൊരു പണിഷ്മെന്റ് കിട്ടാം. ത്രെറ്റനിങ് ഓർ ക്വസ്റ്റനിങ് ദ നെയ്ബർ ടു ഷോ ദി ആൻസർ സ്ക്രിപ്റ്റ്. അടുത്തിരിക്കുന്ന ആളെ പേടിപ്പിച്ചിട്ട് ആൻസർ കാണിച്ചിട്ടാ എന്ന് പറഞ്ഞാലും ഈ ഒരു പണിഷ്മെന്റ് കിട്ടാം. ഹെൽപ്പിംഗ് നെയ്ബേഴ്സ് ടു ആൻസർ ക്വസ്റ്റ്യൻസ്. നമ്മുടെ അടുത്തിരിക്കുന്ന ആൾക്ക് നമ്മൾ കാണിച്ചു കൊടുത്താലും ഈ പറഞ്ഞൊരു പണിഷ്മെന്റ് കിട്ടും. പിന്നെ റൈറ്റിംഗ് രജിസ്റ്റർ നമ്പർ, നെയിം ഓഫ് കോളേജ് ഓൺ ആൻസർ ബുക്ക്ലെറ്റ്. നമ്മളുടെ ഐഡന്റിഫിക്കേഷൻ മാർക്ക് ഒന്നും നമ്മുടെ ബുക്ക്ലെറ്റിൽ എഴുതിടുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ എഴുതി വെച്ചാൽ ഈ പണിഷ്മെന്റ് കിട്ടും. റൈറ്റിംഗ് അപ്പീൽസ് ടു ദ എക്സാമിനേഴ്സ് ഇൻ ദ ആൻസർ സ്ക്രിപ്റ്റ്. അതായത് ഇപ്പൊ ചിലരൊക്കെ കാണിക്കുന്ന ഒരു പരിപാടിയാണ്, ആൻസർ സ്ക്രിപ്റ്റിന്റെ ബുക്കിൽ എന്റെ ഇന്റേണൽ മാർക്ക് ഇത്രയാണ്, എനിക്ക് ഇത്രയും മാർക്കും കൂടെ വേണം ജയിക്കാൻ, എന്നെ ഒന്ന് ജയിപ്പിക്കണേ, അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതി വെക്കുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ കോളേജിൽ ഞങ്ങളുടെ ഒരു മിസ് പറഞ്ഞായിരുന്നു, ഒരാൾ ലാസ്റ്റ് ബുക്ക്ലെറ്റിന്റെ ലാസ്റ്റ് ഒരു ഫാനിൽ ഇങ്ങനെ തൂങ്ങിച്ചാവാൻ നിൽക്കുന്ന ഒരു കൊച്ചിന്റെ പടം വരച്ചു വെച്ചു. അപ്പം അങ്ങനെ കണ്ട് ദയവ് തോന്നി മാർക്ക് ഇടുന്നവരുണ്ട്. പക്ഷെ ഇത് ശരിക്കും ഒരു വയലേഷൻ ആണ്, റൂൾസിന്റെ അഗെയിൻസ്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് പിടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പണിഷ്മെന്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. യൂസിങ് ഫെൽത്തി ലാംഗ്വേജ് ഇൻ ദി ആൻസർ സ്ക്രിപ്റ്റ്. അപ്പം നമ്മുടെ ലാംഗ്വേജിന്റെ പ്രോബ്ലംസ്, പാസിംഗ് ഓഫ് ആൻസേഴ്സ് ഫ്രം ഔട്ട്സൈഡ്, ഡിസൊബേയിങ് ഇൻവിജിലേറ്റർ ആൻഡ് അതർ ഒഫീഷ്യൽസ് ഫ്രം അതോറിറ്റീസ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലാണ് ഈ പറഞ്ഞ ഒരു പണിഷ്മെന്റ് കിട്ടുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ പണിഷ്മെന്റ് എന്താന്ന് നോക്കാം. രണ്ടാമത്തെ കേസ് എന്താന്ന് വെച്ചാൽ ഡീബാർ ഫോർ 2 chances ഫോർ ദ കോഴ്സ് കൺസേൺഡ് ആൻഡ് ഓൾസോ ഡീബാർ ഓൾ രജിസ്റ്റേർഡ് കോഴ്സസ് ഇൻ ദാറ്റ് എക്സാമിനേഷൻ ആൻഡ് ഇമ്പോസിഷൻ ഓഫ് എ പെനാൽറ്റി ₹2000. എന്ന് വെച്ചാൽ നമ്മളുടെ ഏത് സബ്ജക്റ്റ് ആണോ നമ്മളെ പിടിച്ചത്, ആ പിടിച്ച സബ്ജക്ട് 2 ചാൻസ്, അതായത് 2 തവണത്തേക്ക് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് സപ്ലി 2 വട്ടം നമുക്ക് പിന്നീട് എഴുതാൻ പറ്റില്ല. അതുപോലെ തന്നെ ആ സെമ്മിൽ രജിസ്റ്റർ ചെയ്ത ബാക്കി എക്സാംസും ആ സെമ്മിൽ എഴുതാൻ പറ്റില്ല. ഈ 2 ചാൻസ് എന്നുള്ളത് നമ്മൾ ഏത് സബ്ജക്റ്റ് ആണോ പിടിച്ചത് അത് മാത്രം എഴുതാൻ പറ്റില്ല. പിന്നെ ഈ ഇമ്പോസിഷൻ ഓഫ് 2000, ആ ഒരു 2000 റുപ്പീസ് ഫൈൻ ആയിട്ടും കൊടുക്കേണ്ടി വരും. അപ്പം ഈ ഒരു കാര്യങ്ങള് എന്തുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടാണ് ഈ ഒരു പണിഷ്മെന്റ് കിട്ടുന്നതെന്ന് വെച്ചാൽ പ്രോസസിങ് 2 copies ഓഫ് ഹോൾ ടിക്കറ്റ്സ് വിത്ത് റിട്ടേൺ മാറ്റർ ഓൺ വൺ ഓഫ് ദം. ഹോൾ ടിക്കറ്റ്സിന്റെ കോപ്പി 2ആയിട്ട് എടുത്തിട്ട് ഒരെണ്ണം കാണിച്ചു, പിന്നെ ഒരെണ്ണത്തിൽ വേറെ എന്തെങ്കിലുമൊക്കെ എഴുതി പിടിപ്പിച്ചാല് ആഡിങ് അഡീഷണൽ പ്രിന്റഡ് പേജസ് വിത്ത് മെറ്റീരിയൽസ് ഇൻ ദ കോഡ് ഓർ ഡേറ്റ ബുക്ക്. അത് നമ്മൾ വേറെ പ്രിന്റ് ചെയ്ത് പേജസ് ഒക്കെ എടുത്ത് ബുക്ക്ലെറ്റിലൊക്കെ ഉണ്ട്. ഇതൊക്കെ ഭയങ്കര വലിയ കുറ്റമാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ശിക്ഷ തന്നെ ഇതിന് തരുന്നത്. പിന്നെ ടെക്സ്റ്റ് ബുക്ക് കയറ്റിയാല്, പിന്നെ ക്വസ്റ്റ്യൻസ്, ലോട്ട്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻസർഡ് ബൈ ദ കാൻഡിഡേറ്റ് ബൈ ദ സെയിം ആസ് ദോസ് ഒബ്റ്റൈൻ ഫ്രം ദ ഗൂഗിൾ സെർച്ച്. ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത പോലത്തെ തന്നെ ആൻസർ എഴുതി, അതായത് നമ്മൾ ഫോൺ കയറ്റരുതെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെയൊക്കെ കണ്ടാൽ നമ്മൾ പിടിക്കപ്പെടും. പൊസഷൻ ഓഫ് നോൺ പെർമിസബിൾ മെറ്റീരിയൽസ് ഇൻ ദ ഫോം ഓഫ് റെഡ്യൂസ്ഡ് ഫോട്ടോ കോപ്പീസ്,
പിന്നെ കോപ്പിംഗ് ഫ്രം എനി മെറ്റീരിയൽ ആൻഡ് റെസിസ്റ്റിംഗ് ഇൻസ്ട്രക്ഷൻസ് ഓർ വാർണിംഗ് ഓഫ് ദ ഇൻവിജിലേറ്റർ, പിന്നെ ഡെലിബറേറ്റ്ലി ചേഞ്ചിങ് ഓർ റീപ്ലേസിംഗ് രജിസ്റ്റർ നമ്പർ. നമ്മുടെ രജിസ്റ്റർ നമ്പർ മാറ്റി ഇപ്പൊ നമ്മൾ വേറെ ഒരാളുടെ രജിസ്റ്റർ നമ്പർ എഴുതിയോണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, ഈ പറഞ്ഞ പണിഷ്മെന്റ് കിട്ടുന്നേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ ഭയങ്കര വലിയ കുറ്റമാണ്. ഡിസ്ട്രോയിങ് ദ എവിഡൻസ് ഓഫ് മാൽ പ്രാക്ടീസ്, ദാറ്റ് ഈസ് ആക്ഷൻസ് ലൈക്ക് ടിയറിംഗ്, റെഫ്യൂസിംഗ് ടു ഹാൻഡ് ഓവർ ദ ആൻസർ സ്ക്രിപ്റ്റ്സ് ഓർ റണ്ണിംഗ് അവേ വിത്ത് ആൻസർ സ്ക്രിപ്റ്റ്സ് ഫ്രോം ദ എക്സാമിനേഷൻ ഹാൾ. എക്സാമിനേഷൻ ഹാളിൽ നിന്നൊക്കെ ബുക്ക്ലെറ്റ് എടുത്തോണ്ട് ഓടുവാണെങ്കിൽ ഈ പറഞ്ഞ ഒരു പണിഷ്മെന്റ് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് രണ്ടാമത്തെ കേസിൽ വരുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ കേസ് നോക്കാം. അപ്പൊ മൂന്നാമത്തെ കേസ് കുറച്ച് വലിയ കേസാട്ടോ. മൂന്നാമത്തേന്ന് വെച്ചാല് പെർമനന്റ് ഡീബാറിംഗ് വിത്ത് കേസ് റെഫർ ടു ദി പോലീസ്. നമുക്ക് പിന്നെ എക്സാം ഒരിക്കലും എഴുതാനും പറ്റില്ല, അതുപോലെ തന്നെ അതൊരു പോലീസ് കേസ് ആവുകയും ചെയ്യും. അപ്പൊ ഈ ഒരു ശിക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് മാൻ ഹാൻഡ്ലിംഗ് ഓർ ത്രെറ്റനിങ് ദ ഇൻവിജിലേറ്റർ, ഓഫീസേഴ്സ് ഓർ എനി അതോറിറ്റി ഓഫ് ദ യൂണിവേഴ്സിറ്റി. പിന്നെ ടാമ്പറിംഗ് വിത്ത് ദ ആൻസർ ബുക്സ് ഓഫ് അതർ കാൻഡിഡേറ്റ്സ്, ബാക്കി കാൻഡിഡേറ്റ്സിന്റെ ബുക്ക് മേടിച്ച് കീറി എറിയുന്നതൊക്കെ ഭയങ്കര വലിയ കുറ്റമാണ്. കമ്മ്യൂണിക്കേറ്റിംഗ് ആൻസേഴ്സ് ഫ്രം ഔട്ട്സൈഡ് ഓർ സെൻഡിങ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ടു ഔട്ട്സൈഡ് ത്രൂ ഇലക്ട്രോണിക് മീഡിയ. അതായത് സ്മാർട്ട് വാച്ച് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉപയോഗിക്കരുതെന്ന് കയറുമ്പോഴേ പറയുള്ളൂ, അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഇലക്ട്രോണിക് ഡിവൈസസ് വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഭയങ്കര വലിയ കുറ്റമാണ്. സ്മഗ്ലിംഗ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓർ അതർ എക്സാമിനേഷൻ മെറ്റീരിയൽസ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താലാണ് നിങ്ങൾക്ക് ഈ ഒരു പണിഷ്മെന്റ് കിട്ടുന്നത്. അതായത് പെർമനന്റ് ഡീബാറും ആവും, പോലീസ് കേസും ആവും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതൊന്നും ആരും ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഇത് ചെയ്താല് നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ബിടെക് ലൈഫ് തന്നെ പോയി. അപ്പൊ ഇതാണ് ഈ പറഞ്ഞൊരു കേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് കേസ് 4 നോക്കാം. അടുത്ത കേസ് എന്ന് വെച്ചാല് ഡീബാർ ഫോർ 2 chances ഫോർ ദ കോഴ്സ് കൺസേൺ. ഇപ്പൊ നമ്മളെ ഒരു സബ്ജക്റ്റിന് പിടിച്ചാല് അതിന്റെ ആ എക്സാം പിന്നെ 2 പ്രാവശ്യം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഡീബാർ ഓൾ രജിസ്റ്റേർഡ് കോഴ്സസ് ഇൻ ദാറ്റ് എക്സാമിനേഷൻ. അതിൽ നമ്മൾ ബാക്കി രജിസ്റ്റർ ചെയ്ത കോഴ്സ് നമുക്ക് പിന്നെ എഴുതാൻ പറ്റില്ല. പിന്നെ എന്ന് വെച്ചാൽ ആ സമയത്ത് എഴുതാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇമ്പോസിഷൻ ഓഫ് പെനാൽറ്റി ഓഫ് ₹2000 പെനാൽറ്റി ഉണ്ട്. പിന്നെ എനി എൻക്വയറി റിഗാർഡിംഗ് ഇൻവോൾവ്മെന്റ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ മാൽ പ്രാക്ടീസിൽ ഇൻവോൾവ് ആയിട്ടുണ്ടോ എന്ന് എൻക്വയറി വരും. അപ്പം ഈ ഒരു സെക്ഷൻ മാസ് കോപ്പിംഗ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇത് ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് കോപ്പിംഗ് ഫ്രം നെയ്ബേഴ്സ് ആൻസർ സ്ക്രിപ്റ്റ്. ഇപ്പൊ നെയ്ബേഴ്സ് ആൻസർ സ്ക്രിപ്റ്റില് മോർ ദാൻ 3 സ്റ്റുഡൻസ് ഇൻവോൾവ് ആവുകയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു സെക്ഷന്റെ അണ്ടറിലാണ് വരുന്നത്. അതായത് നമ്മൾ ഇപ്പൊ ഗ്രൂപ്പായിട്ടിരുന്ന് കോപ്പി അടിക്കുമല്ലോ. ഇപ്പം ഞാനിപ്പം ഇയാളുടെ അടുത്ത് ചോദിച്ചു, ഇയാള് വേറെ ആളുടെ അടുത്ത് ചോദിച്ചു. അപ്പൊ നമ്മളിങ്ങനെ ഇത്രയും പേര് കോപ്പി അടിക്കുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന ഇൻവിജിലേറ്റർ കണ്ടില്ലേ എന്നുള്ള ഒരു സംശയം വരുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഒരു എൻക്വയറിയും കൂടെ ഈ ഒരു സെക്ഷനിൽ വരുന്നത്. നമ്മളുടെ ആ ഒരു കോഴ്സ് 2 ചാൻസ് പോയി. അതുപോലെ തന്നെ ആ സെമ്മിലെ ബിടെക് എക്സാമിനേഷൻ ഡീബാർ ചെയ്തു. പിന്നെ ഒരു എൻക്വയറിയും കൂടെ വരും. അപ്പൊ ഇതിന്റെ മാസ് കോപ്പിംഗ് എന്നുള്ള ഒരു സെക്ഷൻ ആയിട്ടാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത കേസ് കുറച്ച് കാശ് മുടക്ക് ഉള്ള കേസാണ്. ഇപ്പൊ കേസ് നമ്പർ 5 എന്താന്ന് വെച്ചാല് ഡീബാർ ഓൾ രജിസ്റ്റേർഡ് കോഴ്സസ് ഇൻ ദാറ്റ് സെമിസ്റ്റർ ഇൻക്ലൂഡിംഗ് സപ്ലിമെന്ററി ആൻഡ് ഓൾസോ ഇമ്പോസിഷൻ ഓഫ് പെനാൽറ്റി ഓഫ് ₹10,000. അപ്പൊ ഈ ഒരു ഈ ഒരു പണിഷ്മെന്റ് നിങ്ങൾ ഈ ഒരു തെറ്റ് നിങ്ങൾ ചെയ്താല് നിങ്ങളുടെ ആ സെമ്മില് രജിസ്റ്റേർഡ് ആയിട്ടുള്ള കോഴ്സ് ഫുള്ള് ഡീബാർ ആയിപ്പോ. അതായത് നിങ്ങൾ അപ്പ രജിസ്റ്റർ ചെയ്ത എക്സാമിനേഷൻസ്, പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ആ സെമ്മിൽ എന്തെങ്കിലും സപ്ലിമെന്ററി എക്സാമിനേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവരെ ഡീബാർ ആയി പോകുന്ന ഒരു കുറ്റമാണ് ഇത്. അതുപോലെ തന്നെ ₹10,000 ആണ് ഇതിന്റെ പെനാൽറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ റിപ്പീറ്റിംഗ് മാൽ പ്രാക്ടീസ്, സെക്കൻഡ് ടൈം, 1 time earlier, any type of malpractice. നമ്മൾ പിന്നെയും നമ്മൾ ഒരു പ്രാവശ്യം പിടിച്ചു പിന്നെ അതേ കുട്ടീനെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പിടിക്കുവാണെങ്കിലാണ് ഈ പറഞ്ഞ ഒരു ശിക്ഷ കിട്ടുന്നത്. ഇനി നമുക്ക് കേസ് 6 പിന്നെ തൊട്ടുള്ള കേസിൽ ഇങ്ങനെ പൈസ കൂടി വന്ന സംഭവങ്ങളാട്ടോ. അടുത്തത് ഡീബാർ ഓൾ രജിസ്റ്റേർഡ് കോഴ്സസ് ഇൻ ദാറ്റ് സെമസ്റ്റർ ഇൻക്ലൂഡിംഗ് സപ്ലിമെന്ററി വിത്ത് എ ഫൈൻ ഓഫ് 20,000. നേരത്തെ 10,000 ആയിരുന്നു, ഇപ്പൊ 20,000 ആയി. അപ്പൊ ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ റിപ്പീറ്റിംഗ് മാൽ പ്രാക്ടീസ് സെക്കൻഡ് ടൈം, 2 പ്രാവശ്യം പിന്നെയും നമ്മൾ തേർഡ് ടൈം നമ്മൾ ഒരു പ്രാവശ്യം പിടിച്ചു പിന്നെയും 2 പ്രാവശ്യം കൂടെ പിടിക്കുകയാണെങ്കിലാണ് ഈ ₹20,000 ഒരു ഫൈൻ വരുന്നത്. നേരത്തെ നമ്മൾ 2ാമത്തെ പ്രാവശ്യം പിടിക്കുമ്പോഴായിരുന്നു, അപ്പൊ ഇത് 3ാമത്തെ പ്രാവശ്യം. അപ്പൊ അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. അടുത്ത കേസ് എന്താന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞുമായിട്ട് സെയിം ആണ്, പക്ഷെ ഇവിടെ വരുന്ന ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ പെർമനന്റ് ഡീബാറിംഗ് വിത്ത് എ ഫൈൻ ഓഫ് 30,000. അപ്പൊ നേരത്തെ നമുക്ക് 10,000 20,000 ഒക്കെ ആയിരുന്നു ഫൈൻ, പക്ഷെ അതിനകത്ത് ആ സെമ്മിലെ രജിസ്റ്റേർഡ് കോഴ്സ് ആയിരുന്നു പോകത്തുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് പെർമനന്റ് ഡീബാറിംഗ് ആണ്
കിട്ടുന്നത്. പിന്നെ ഈ 30,000 നമ്മൾ ഇവിടെ കൊടുക്കുന്നത് നമ്മളുടെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ്. 30,000 ഇപ്പൊ നിങ്ങൾ വിചാരിക്കുമല്ലോ, പെർമനന്റ് ഡീബാറിംഗ് കിട്ടിയാൽ പിന്നെ നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റത്തില്ല, പിന്നെ നമ്മൾ എന്തിനാ ആ ഒരു പൈസ കൊടുക്കുന്നതെന്ന്. അപ്പൊ ആ പൈസ കൊടുക്കാനുള്ള കാരണം, നമുക്ക് നമ്മളുടെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയാലാണല്ലോ നമുക്ക് വേറെ കോളേജസിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് 30,000 അവിടെ കൊടുക്കുന്നത്. അപ്പൊ ഇത് റിപ്പീറ്റിംഗ് മാൽ പ്രാക്ടീസ് 4th ടൈമിൽ വരുന്ന ഒരു പണിഷ്മെന്റ് ആണ്. അപ്പൊ ഇതൊക്കെ ആരും ചെയ്യാണ്ടിരിക്കുക. അപ്പൊ നമുക്ക് കേസ് 7 നോക്കാം. അടുത്ത കേസ് എന്താന്ന് വെച്ചാല്, DBAR registered courses in that examination with a fine of 2,000. അതുപോലെ DBAR supplementary examination അത് ആ ഒരു ഡ്യൂറേഷനിൽ തന്നെ സപ്ലിമെന്ററി എക്സാമിനേഷൻ വിത്ത് എ പെനാൽറ്റി ഓഫ് 10,000. 2 പണിഷ്മെന്റ് ഒരുമിച്ച് വരുന്നുണ്ട്. അപ്പൊ ഇത് ചെയ്യുന്നത് ത്രെറ്റനിങ് ഓർ ബ്രൈബിങ് ഇൻവിജിലേറ്റേഴ്സ്, ഇവാലുവേറ്റേഴ്സ്, ഒഫീഷ്യൽസ്. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെയൊക്കെ നമ്മൾ പോയി കൂടുതൽ പേടിപ്പിക്കാൻ നിന്നാലാണ് ഈ ഒരു പണിഷ്മെന്റ് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ നമുക്ക് അടുത്ത കേസ് നോക്കാം. ഈ ഒരു കേസിൽ കറക്റ്റ് ഒരു പണിഷ്മെന്റ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല, മിനിമം പെനാൽറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ മിനിമം പെനാൽറ്റി എനിക്ക് തോന്നുന്നു 2,000 തന്നെ ആയിരിക്കും. അപ്പൊ ഇതിന്റെ കുറ്റം എന്താന്ന് വെച്ചാൽ, ഡിസ്റ്റർബിംഗ് ദ കാൻഡിഡേറ്റ്സ് ബൈ എന്ററിംഗ് ദ എക്സാമിനേഷൻ ഹാൾ ഫ്രം ഔട്ട്സൈഡ്. അതായത് നമ്മൾ ബാക്കി കാൻഡിഡേറ്റ്സിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പോയാല്, പുറത്തുനിന്നൊക്കെ വേറെ എക്സാമിനേഷൻ ഹാളിലോട്ടൊക്കെ കയറി നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പോയാല് നമുക്ക് ഈ പറഞ്ഞ ഒരു മിനിമം പെനാൽറ്റി ഓഫ് ₹2,000 കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ പറഞ്ഞതൊക്കെയാണ് K2 മാൽ പ്രാക്ടീസസിനെ കുറിച്ച് പറയാനുള്ള മെയിൻ കാര്യങ്ങള്. അപ്പം ഇതൊക്കെ ആരും ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. കാരണം ഇതൊക്കെ ചെയ്താൽ നമുക്കറിയാം, വെറുതെ ഒരു സെമസ്റ്റർ പോയാല് നമുക്ക് പിന്നെ അതിന്റെ സപ്ലി ഒക്കെ, ഇപ്പൊ നമ്മൾ പഠിച്ച് തോറ്റ് സപ്ലി വന്നാലും വലിയ സീനില്ല. അതിപ്പം നമ്മളായിട്ട് കൊണ്ട് ഇപ്പൊ നമ്മൾ ജയിക്കേണ്ട ഒരു പരീക്ഷ നമ്മൾ ഇതുപോലെയൊക്കെ കാണിച്ചിട്ട് എഴുതാൻ പറ്റാണ്ടിരുന്നൊന്ന് ആലോചിച്ച് നോക്ക്, ഭയങ്കര സീനായിരിക്കും. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇപ്പൊ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് കാണാൻ ഇതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ please do like, share and subscribe my YouTube channel guys and keep supporting. Bye.